ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത്. അതെ, കോഴിക്കോട് ബീച്ചിലേക്ക് തന്നെ. രാവിലെ 10 മണിക്ക് എത്തിയതാണ് ഞാനും എൻ്റെ പ്രിയതമി. രാവിലെ 10 മണിയിൽ നോക്കൂ, ഒരു തിരക്ക് പോലുമില്ല. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കോഴിക്കോട് ബീച്ചിൽ ഇപ്പോൾ ഒരു പുതിയ സർവീസ് തുടങ്ങിയിട്ട് എന്താണെന്നല്ലേ, ഈ തന്നെ എംപയർ ടൂറിസം നടത്തിയിരുന്ന ഒരു ചെറിയ സ്പീഡ് ബോട്ട് സർവീസിംഗ് ആണ്. 11 പേർക്ക് പോകാമെന്നാണ് അവർ പറഞ്ഞത്. അത്യാവശ്യം സേഫ്റ്റി എല്ലാ കാര്യങ്ങളുമുണ്ട്. ഒരു തലക്ക് 350 രൂപ, പെർ ഹെഡ് 350 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, അവരുടെ ഫെസിലിറ്റിയും ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലായില്ലേ. ലൈഫ് ലൈനിലുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാർജ് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. പെർ ഹെഡ് ഒരു തലക്ക് 350 രൂപ കാര്യങ്ങളാണ്. അങ്ങനെ ഇതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളും സ്പീഡും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് തുടങ്ങാനായോ എന്ന്. അതാ തുടങ്ങി. എൻ്റെ മോനെ, പോളിസാനട്ട വൈബാണ്. ഫാമിലി ആയിട്ട് ആ ബോട്ടിലേക്കുള്ള മൊത്തത്തിലുള്ള ആൾക്കാർ വരികയാണെങ്കിൽ അവർ റേറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് എന്നോട് പറഞ്ഞത്. അത്യാവശ്യം ദൂരം അവർ സഞ്ചരിക്കുന്നുണ്ട്, കണ്ടില്ലേ. അല്ല, ഓ പൊളി കിട്ടിലോസ്കി സാധനം കേട്ടോ. പടച്ചോനെ, കത്തോളി പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. പിന്നെ അങ്ങനെ കുറച്ച് നേരം ബോട്ടൊക്കെ ഏത് വരെ പോകുന്നുണ്ടെന്നൊക്കെ നോക്കിയിരുന്നു. ഞാനും എൻ്റെ പ്രിയതമയും കൂടി നോക്കിയിരുന്നു. പിന്നെ ഏതായാലും കോഴിക്കോടൊക്കെ എത്തിയല്ലേ, കോഴിക്കോടിൻ്റെ മനോഹരിതയും ഇതെല്ലാം കണ്ടു. അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയായിരുന്നു. പിന്നെ വന്ന ശരിക്കും നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തം ഉപ്പിലിട്ടത് എന്തെങ്കിലും തിന്നില്ലേ മോശമല്ലേ. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ കോഴിക്കോട് ബൈ പറഞ്ഞ് ഞാനും എൻ്റെ പ്രിയതമയും പോയി.